ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള YSR കോൺഗ്രസിന് പ്രതിപക്ഷത്തിരിക്കാനേ യോഗമുള്ളൂ. പക്ഷേ ജഗൻമോഹൻ റെഡ്ഡി കടുത്ത ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് BJPയെയും TDPയെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇനി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി മത്സരിക്കും എന്നുള്ള തീരുമാനത്തിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതായത് TDP BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട രീതിയായി YSR കോൺഗ്രസും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് കിട്ടിയപ്പോൾ ശർമിളയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. TDP 135 സീറ്റുമായി സംസ്ഥാന നിയമസഭയിൽ അധികാരത്തിലേറിയപ്പോൾ ജനസേന പാർട്ടി, അതായത് പവൻ കല്യാണിൻ്റെ പാർട്ടിക്ക് 21 സീറ്റും നേടിയെടുക്കാൻ കഴിഞ്ഞു. BJPക്ക് 8 നിയമസഭാ സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സഖ്യ സർക്കാർ അവിടെ അധികാരത്തിലേക്ക് എത്തി. നിലവിൽ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു അധികാരത്തിലേറിയപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കുന്നത് പവൻ കല്യാണാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് YSR കോൺഗ്രസ് മുന്നോട്ട് വരുന്നത്. കോൺഗ്രസിന് നിലവിൽ നിയമസഭാ സാമാജികർ ഒന്നും ഇല്ലെങ്കിൽ പോലും ശർമിളയുടെ പരിപൂർണമായ പിന്തുണ YSR കോൺഗ്രസിന് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് കോൺഗ്രസും YSR കോൺഗ്രസും ശക്തമായി തന്നെ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം YSR കോൺഗ്രസിന് കൃത്യമായി അറിയാം. നിയമസഭയിൽ ഇനി കോൺഗ്രസുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാകാതിരിക്കൂ. കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ ഏറിയ പങ്കും YSR കോൺഗ്രസിന് കിട്ടിയതുകൊണ്ടാണ് YSR കോൺഗ്രസ് അവിടെ ബഹുദൂരം മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നടന്നത്. എന്നാൽ 2024 ആയപ്പോഴേക്കും അത് നേരെ തിരിഞ്ഞു. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി അവരോധിതനായപ്പോൾ തന്നെ ജഗൻമോഹൻ്റെ കട്ടയും പടവും മടങ്ങി എന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ ജഗൻമോഹനെ സൂക്ഷിക്കണം, അയാൾ പകപോക്കുന്നവനാണ് എന്നാണ് ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങളോടൊക്കെ പറയുന്നത്. ഇത്രയും പക മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും താൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നോളം കണ്ടിട്ടില്ല എന്നും അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണമെന്നും ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങളോട് പറഞ്ഞത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡി കൃത്യമായി പ്ലാനോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റുകൾ മാത്രമേ YSR കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. BJPക്ക് 3 ലോക്സഭാ സീറ്റുകളും TDPക്ക് 16 ലോക്സഭാ സീറ്റുകളും അതുപോലെ തന്നെ BJPക്ക് 3 ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കാൻ കഴിഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തന്നെ YSR കോൺഗ്രസും തമ്മിലുള്ള ഒരു ശക്തമായിട്ടുള്ള ബാന്ധവം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്.